അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം കേരളത്തിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. ഒരു മഹത്തായ വ്രതമാസത്തിൻ്റെ പരിസമാപ്തിയിൽ വരുന്ന ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് ഈദുൽ ഫിത്ർ. അന്ന് രാവിലെ ചെറിയ നിലയ്ക്ക് ലഘുവായ ആഹാരം കഴിച്ച് നമ്മൾ മുസല്ലയിലേക്ക് പുറപ്പെട്ടു. ഈദ് നമസ്കാരവും അതിനുശേഷമുള്ള പ്രഭാഷണവും എല്ലാം അതിലൊക്കെ പങ്കെടുത്ത് ഒരു സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സുദിനമായി ഇന്ന് നാം ഇത് കൊണ്ടാടുകയാണ്. ഈദുൽ ഫിത്റോടുകൂടി റമദാൻ മാസത്തിൻ്റെ പര്യവസാനം സാങ്കേതികമായി സംഭവിക്കുമെങ്കിലും റമദാൻ മാസം എന്തിനാണ് നമുക്ക് അല്ലാഹു വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം. പല പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടതാണ്. അത് നമ്മുടെ വ്യക്തിജീവിതത്തിലുള്ള വിശുദ്ധിയും നമ്മുടെ ഹൃദയത്തിൻ്റെ സംസ്കരണവും മനസ്സിൻ്റെ ശുദ്ധീകരണവും പ്രവർത്തനങ്ങളുടെ ക്രമീകരണവും ജീവിതത്തിൽ അച്ചടക്കവും, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടതാണ് റമദാൻ മാസത്തിൻ്റെ വ്രതം. 11 മാസവും വളരെ അന്തസ്സോടുകൂടി ഒരു മാന്യനായ മുസ്ലിമായി ജീവിക്കുവാൻ ആവശ്യമായ ഊർജ്ജ സംഭരണമാണ് റമദാനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. വിശ്വാസികൾ ഒരുപാട് ഇഫ്താറുകളിൽ പങ്കെടുത്തു, ഒരുപാട് ക്ലാസ്സുകളിൽ ഹാജരായി, ധാരാളമായി വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകൾ, അധ്യായങ്ങൾ പാരായണം ചെയ്തു. 1, 2, 3 തവണയൊക്കെ ആദ്യം മുതൽ അവസാനം വരെയും ഖുർആൻ പാരായണം ചെയ്ത് അത് പൂർത്തിയാക്കി. ഈ ആരാധനാകർമ്മങ്ങളൊക്കെ ഒരു മാസത്തേക്ക് മാത്രം മാറ്റിവെച്ചതും അത് കഴിഞ്ഞാൽ അതെല്ലാം അവിടെ മടക്കി വെച്ച് നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുമുള്ളതല്ല. നേരെ മറിച്ച് നമ്മുടെ മതപരമായ പഠനം നമ്മൾ തുടരണം, സാലിഹായ കർമ്മങ്ങൾ നമ്മൾ തുടരണം, അഗതികളെയും അനാഥകരെയും പാവപ്പെട്ടവരെയും സഹായിക്കുവാനുള്ള നമ്മുടെ മനസ്ഥിതിക്ക് യാതൊരു മാറ്റവും വരാൻ പാടില്ല. എക്കാലത്തും നമ്മൾ അത്തരം ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഈദുൽ ഫിത്റിൻ്റെ ഒരു സന്ദേശമായി എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരാധനകളിലെ ശുഷ്കാന്തി തുടരുക. നിങ്ങളുടെ പഠനം പൂർവാധികം ഉത്സാഹത്തോടുകൂടി നിങ്ങൾ തുടർത്തിക്കൊണ്ടുപോവുക. അതുപോലെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഗാഢമായിരുന്നുവോ അതുപോലെ റമദാനിന് ശേഷവും ഈ ശവ്വാൽ മാസപ്പിറവി വന്ന സന്ദർഭത്തിലും അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അത് പുലർത്തണം. ഇൻഷാ അല്ലാഹ് ശവ്വാലിലെ 6 നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതും ഒരു ആരാധനകളുടെ ഒരു തുടർച്ചയാണ്. ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഈദുൽ ഫിത്ർ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ആഘോഷിക്കുവാനും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുവാനും വിഷയവും ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനും നാം പ്രത്യേകം ഉത്സാഹം കാണിക്കണം ഈ ദിവസത്തിൽ. അങ്ങനെ പെരുന്നാൾ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകിയതിൻ്റെ ഫലമായി, കാരണമായി നിങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന തക്ബീറിലൂടെ പെരുന്നാൾ ആഘോഷിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരെന്ന നിലക്ക് അതിന് നാം നന്ദി കാണിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ഹൃദ്യമായ ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. വബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.